കഴിഞ്ഞ ആണ്ടത്തെ ക്രിസ്മസിന് പുൽക്കൂട് ഉണ്ടാക്കണമെന്നുള്ള ആലോചനകളൊക്കെ തുടങ്ങിയതല്ലാതെ അത് നടപ്പിലാക്കാൻ സാധിച്ചില്ല. ഇത്തവണ അതെന്താണേലും റെഡിയാക്കണം എന്നുള്ള തീരുമാനത്തിലായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും. പിന്നെ അത് വൈകിപ്പോകാനുണ്ടായ കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രൂപങ്ങളെല്ലാം ഓർഡർ ചെയ്തത് ഓൺലൈനിലായിരുന്നു. ഇത് വരുമോ കിട്ടുമോ എന്നൊക്കെ അറിയാണ്ട് നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഇത് കിട്ടിയതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പുൽക്കൂടിൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ പുൽക്കൂടിൻ്റെ ഫ്രെയിമൊക്കെ നമുക്ക് ഏകദേശം ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ നേരെ അത് ഷെഡിൽ നിന്ന് പുറത്തേക്കൊന്ന് ഇറക്കി വെച്ചു. ഇപ്പോൾ ഈ കാണുന്നത് പിറ്റേന്ന് രാവിലത്തെ ഒരു കാഴ്ചകളാണ് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾ വേഗം തന്നെ കാപ്പി പിടിച്ചു. എന്നത്തേം പോലെ അധികം സമയമൊന്നും എടുത്തില്ല. കാരണം ഇനി ഈ പുൽക്കൂടിൻ്റെ കൂര മേയാനുള്ള ചില്ലകളും കൊമ്പുകളും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ഇവർ 3 പേരും കൂടെ അതിൻ്റെ കൂര മേയാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിക്കോളും. ഇനിയിപ്പം നമുക്ക് കുറച്ച് അടുക്കളയിലെ വിശേഷങ്ങൾ കാണാമേ. ഇന്നിപ്പം കുറച്ച് കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് പച്ചക്കറിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ കോവയ്ക്ക. അതും തോരനല്ല ഇഷ്ടം, മെഴുക്കുവരട്ടി തന്നെ ആക്കിയാലേ ഇഷ്ടമുള്ളൂ. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കണ്ണിമാങ്ങ ഉണ്ടായിരുന്നു. അപ്പം അതൊന്ന് തേങ്ങ വെച്ച് ചമ്മന്തിയും കൂടെ അരയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പതിവ് പോലെ ഉച്ചയ്ക്കത്തെ ഊണിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് കുഞ്ഞിക്കുട്ടൻ എവിടുന്നേലും പാഞ്ഞു വന്ന് ഇതുപോലെ പപ്പടം പൊള്ളിച്ച് എല്ലാവർക്കും സെറ്റാക്കി കൊടുക്കും. അപ്പം ഇന്നത്തെ നമ്മുടെ ഊണിന് സാമ്പാർ, കോവയ്ക്ക മെഴുക്കുവരട്ടി, നല്ല കണ്ണിമാങ്ങ വെച്ച് അരച്ചെടുത്ത തേങ്ങ ചമ്മന്തിയുണ്ട്, അച്ചാറുണ്ട്, പപ്പടമുണ്ട്, മുളക് വറുത്തതുണ്ട്. അപ്പം ഇതെല്ലാം കൂട്ടി നല്ലൊരു ഊണൊക്കെ കഴിച്ചിട്ട് അധികം നേരമൊന്നും ആരും ക്ഷീണം മാറാനൊന്നും ഇരുന്നില്ല കേട്ടോ. കാരണം പുൽക്കൂടിൻ്റെ പണി വേഗം തീർക്കണം. ഇനി 3 ദിവസം കൂടെ ഉള്ളൂ നമുക്ക് ക്രിസ്മസിനേക്ക്. ഉച്ചയ്ക്ക് കഴിച്ച ഈ പാത്രങ്ങളും കൂടെ കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുക്കളയിലെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഒത്തുപിടിച്ചാൽ മാത്രമേ ഈ പണിയൊക്കെ ഇന്ന് വൈകിട്ട് കൊണ്ട് അവസാനിപ്പിച്ച് പുൽക്കൂട് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറ്റാൻ പറ്റൂ. തലേന്ന് രാത്രിയിൽ ഷെഡിൽ വെച്ച് പുൽക്കൂടിൻ്റെ പണികളൊക്കെ ചെയ്തപ്പം അത്രയും ബുദ്ധിമുട്ട് തോന്നിയില്ല. ഇത് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് നല്ല തണുപ്പാണ്. പിള്ളേരെല്ലാം ജാക്കറ്റ് ഇട്ടുകൊണ്ട് വന്നു. അവരെ അധികം നേരം നമുക്കങ്ങനെ പുറത്ത് പിടിച്ച് നിർത്താനും പറ്റത്തില്ല. തണുപ്പ് ഇപ്പം നമുക്കായിട്ട് പോലും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ അവർ വേഗം അകത്ത് കയറിപ്പോയിട്ടുണ്ട്. എന്നാലും കുറേ നേരം നമ്മളുടെ കൂടെയൊക്കെ നിന്ന് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുൽക്കൂടിൻ്റെ പണിയൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അകത്തോട്ട് വെക്കാൻ പാകത്തിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവർ 3 ആളും കൂടെ ഇതൊക്കെ പിടിച്ചൊന്ന് അതിൻ്റെ സ്ഥാനത്ത് കൊണ്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. പുൽക്കൂടിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.